പതിവ് തെറ്റാതെ അയ്യന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് അഗസ്ത്യാർകൂടം ഗോത്രസംഘം. അഗസ്ത്യാർകൂടത്തിന്റെ മടിത്തട്ടിൽ നിന്ന് വ്രതശുദ്ധിയോടെ ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ കാണി ഗോത്രപ്രതിനിധികൾ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു. കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവർ സന്നിധാനത്ത് എത്തിയത്. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുതേനും ഈറ്റയിലും അരിച്ചൂരലിലും മെനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പുംകാട്ടിൽ വിളഞ്ഞ കദളിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളുമായാണ് അഗസ്ത്യാർകൂടം ഗോത്രസംഘം അയ്യന് കാഴ്ച സമർപ്പിക്കാനെത്തിയത്. തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ 167 പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മലചവിട്ടി ദർശന സായുജ്യം നേടിയത്. സംഘനേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 27 കുട്ടികളും 14ഓളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം 3 KSRTC ബസ്സുകളിലായാണ് പമ്പയിലെത്തിയത്. അയ്യപ്പൻ എന്ന് പേരുള്ള ഭിന്നശേഷിക്കാരനായ ഒരംഗവും സംഘത്തിലുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന്റെ എല്ലാ സഹായങ്ങളും നന്മകളും നമുക്ക് എല്ലാ വർഷവും വരുമ്പോൾ ഒരു നന്മയുണ്ട്. അതുപോലെ ഇനി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 170ഓളം ആൾക്കാരാണ് നമ്മൾ ഇന്നും വർഷം പറഞ്ഞത്. വനത്തിനുള്ളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവ ഇലകളിലാണ് പൊതിഞ്ഞെടുക്കുന്നത്. തലച്ചുമടായാണ് ഇവ സന്നിധാനത്തെത്തിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗസ്ത്യ വനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവരെത്തുന്നത്. തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ പറ്റാമ്പാറ, കുന്നത്തേരി, പ്ലാവിള, കമലകം, മുക്കോത്തിവയൽ, കൊമ്പിടി, ചേനാമ്പാറ, മാങ്കോട്, മുളമൂട്, പാങ്കാവ് എന്നീ ഉന്നതകളിൽ നിന്നും തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ പ്രാവിള, കോരയാർ, ആറുകാണി എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം.